ഒരു തീവ്രവാദിക്ക് പാകിസ്ഥാനിൽ ഇവരുടെ കമ്മ്യൂണിറ്റിയിൽ എത്രയധികം സ്വാധീനമുണ്ട് എന്ന് കാണിച്ചു തരുന്ന ഒരു ദൃശ്യം ഈയടുത്ത് പാകിസ്ഥാനിൽ നിന്ന് പുറത്തു വന്നിരുന്നു. ഇതിൽ അർഷദ് നദീം എന്ന ജാവലിൻ ത്രോവർ. അർഷദ് നദീമിനെ പറ്റി ഇതിനകം നമുക്കെല്ലാം അറിയാമായിരിക്കും. ഇപ്പോൾ ഫ്രാൻസിൽ വെച്ച് നടന്ന ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ നീരജ് ചോപ്രയെ പിന്തള്ളി ഗോൾഡ് മെഡൽ കരസ്ഥമാക്കിയ അർഷദ് നദീം തിരിച്ചു മാതൃരാജ്യമായ പാകിസ്ഥാനിൽ എത്തിയപ്പോൾ വളരെ ഭവ്യമായ രീതിയിൽ തന്നെ വലിയ സ്വീകരണമൊക്കെ ഒരുക്കുകയുണ്ടായി. ശേഷം പുറത്തുവന്ന ഒരു വീഡിയോയിൽ അർഷദ് നദീം UN ഡെസിഗ്നേറ്റഡ് തീവ്രവാദി മുഹമ്മദ് ഹാരിസ് ദാറിനൊപ്പം ഇരുന്ന് വളരെ ഫ്രണ്ട്ലി ആയ രീതിയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദൃശ്യം പുറത്തുവന്നു. ഇതിൽ അർഷദ് നദീം വിനയവിധേയനായിരുന്ന് ഈ തീവ്രവാദിയുടെ വാക്കുകൾക്ക് സൂക്ഷ്മമായി ചെവി കൊടുക്കുന്നതും ഇവിടെ നമുക്ക് കാണാം. ഇന്ത്യയുടെ നാശം മാത്രം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന ലഷ്കർ എ തോയ്ബയുടെ വളരെ ഉയർന്ന പദവിയിലിരിക്കുന്ന ഒരു തീവ്രവാദിക്കൊപ്പമുള്ള ഈ ദൃശ്യങ്ങളിൽ നിന്നും ഒരു കാര്യം ഇവിടെ നമുക്ക് വ്യക്തമാകുന്നത് ഐക്യരാഷ്ട്ര സംഘടന മുദ്രകുത്തിയ ഒരു UN ഡെസിഗ്നേറ്റഡ് തീവ്രവാദിക്ക് പാകിസ്ഥാനിൽ ഒരു തരത്തിലുമുള്ള പ്രതിബന്ധങ്ങളും ഇല്ല എന്നതാണ്. പൊതുപരിപാടികളിലൊക്കെ വളരെ ഓപ്പണായി പങ്കെടുക്കുന്ന ഇവർക്ക് തങ്ങളുടെ സമൂഹത്തിൽ വളരെ വലിയ സ്ഥാനമാനങ്ങൾ നൽകി പാകിസ്ഥാൻ ആദരിച്ചു പോരുന്നു എന്നതും ഇവിടെ വ്യക്തമാണ്.